രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നിപ്പോൾ പ്രമാണത്തെത്തിയപ്പോൾ പ്രമാണത്തിൽ രാഷ്ട്രപതിയുമായിട്ട് എത്തിയ ഹെലികോപ്റ്ററിന്റെ അവസ്ഥ പ്രേക്ഷകരൊന്ന് നോക്കൂ. അത് ഹെലികോപ്റ്ററിന്റെ കുഴപ്പമല്ല. ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്ത സമയത്ത് അവിടെ പുതുതായിട്ട് പെട്ടെന്ന് ടാറിടുകയായിരുന്നു, കോൺക്രീറ്റ് ഇടുകയായിരുന്നു ചെയ്തത്. കാരണം പ്രമാണത്ത് ഹെലികോപ്റ്റർ ഇറങ്ങും എന്നായിരുന്നില്ല നേരത്തെ അറിയിപ്പ്. നിലയ്ക്കലിൽ ഇറങ്ങിയതിന് ശേഷം സന്നിധാനത്തേക്ക് പോകുമെന്നായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്നാണ് കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് നിലയ്ക്കലിലല്ല പ്രമാണത്ത് ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ പ്രമാണത്ത് കോൺക്രീറ്റ് ചെയ്തിരുന്നില്ല ആ സമയത്ത് ഗ്രൗണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് രാവിലെ ഇന്നലെ രാത്രിയിലോ ഇന്നലെ പുലർച്ചെ മറ്റോ ആണ് കോൺക്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ കോൺക്രീറ്റ് ചെയ്തപ്പോൾ ആ കോൺക്രീറ്റിൽ ഈ ഹെലികോപ്റ്ററിൻ്റെ വീലുകൾ താഴ്ന്നു. അങ്ങനെ പിന്നീട് അവസാനമുള്ള സുരക്ഷാഭടന്മാരും പോലീസുകാരും വായുസേനയിലെ ഉദ്യോഗസ്ഥരും ഒക്കെ കൂടി ചേർന്ന് ആ ഹെലികോപ്റ്റർ തള്ളി നീക്കുന്നതാണ് പ്രേക്ഷകർ കാണുന്നത്. നമ്മളുടെയൊക്കെ നാട്ടിൽ കാറ് തള്ളി നീക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ ഹെലികോപ്റ്റർ തള്ളി നീക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഹെലികോപ്റ്ററിൻ്റെ കുഴപ്പമല്ല, അത് ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത സ്ഥലത്ത് ഇന്ന് രാവിലെ തിടുക്കപ്പെട്ട് കോൺക്രീറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം നേരത്തെ പ്രമാണം ലാൻഡിംഗ് ആയിരുന്നില്ല തീരുമാനിച്ചിരുന്നത്, പകരം തീരുമാനിച്ചിരുന്നത് നിലയ്ക്കലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ ലാൻഡിംഗ് മാറ്റിയപ്പോൾ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത സമയത്ത് ആ പുതുതായിട്ടിട്ട കോൺക്രീറ്റിൽ അത് പുതഞ്ഞുപോയി. വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നിരിക്കുന്നു. പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് തള്ളി നീക്കുന്നത്. നിലയ്ക്കലെ ലാൻഡിംഗ് മാറ്റിയതോടെയാണ് രാവിലെ പ്രമാണത്ത് കോൺക്രീറ്റ് ഇടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. ആ കോൺക്രീറ്റ് ഉണങ്ങിയിരുന്നില്ല. കോൺക്രീറ്റ് ഉണങ്ങും മുമ്പ് തന്നെ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്യേണ്ടി വന്നു. ലാൻഡ് ചെയ്ത് ഹെലികോപ്റ്ററിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ടയർ ആ കോൺക്രീറ്റിൽ കുടുങ്ങി. പിന്നീട് പാവം അവിടെ നിന്ന പോലീസുകാരും ഫയർഫോഴ്സുകാരും ഒക്കെ കൂടി വന്ന് ഒരു കൈസഹായം കൊടുത്തു. തള്ളി നീക്കാൻ പറ്റൂ, എത്ര ഭാരം ഉണ്ടെന്ന് നോക്കി. സാധാരണ കാറോ ബസ്സോ തള്ളി നീക്കുന്ന പോലാണ്. അപ്പോൾ അങ്ങനെ ഹെലികോപ്റ്റർ തള്ളി നീക്കുന്നത് ജീവിതത്തിൽ കണ്ടിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കണ്ടോളൂ. ഇതാണ് ഹെലികോപ്റ്റർ തള്ളി നീക്കുന്ന ദൃശ്യങ്ങൾ. റഹീസ് റഷീദും പ്രവീൺ പുരുഷോത്തമനുമുണ്ട്. റഹീസ് റഷീദ്, ഹെലികോപ്റ്റർ താഴ്ന്നത് ഈ കോൺക്രീറ്റ് ഇന്ന് രാവിലെ ഇടേണ്ടി വന്നതാണ്. നമുക്ക് അതിനും കുറ്റം പറയാൻ പറ്റില്ല ആരെയും. കാരണം നിലയ്ക്കലാണ് ലാൻഡിംഗ് നിശ്ചയിച്ചിരുന്നത്. വളരെ പെട്ടെന്ന് പ്രമാണത്തോട്ട് മാറ്റിയപ്പോൾ വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് കോൺക്രീറ്റ് ഇട്ടതാണ്. അപ്പോൾ ആ കോൺക്രീറ്റ് ഉറയ്ക്കുന്നതിന് മുമ്പ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തപ്പോൾ വീലതിൽ താഴ്ന്നു പോവുകയായിരുന്നു. അവിടെയുള്ള മുഴുവൻ പോലീസുകാർക്കും രാവിലെ അല്പം കൈവയ്ക്കാനൊരു അവസരം കിട്ടി അല്ലേ? എന്ന് മാത്രമല്ല അരുൺ, ഹെലികോപ്റ്റർ തള്ളാനുള്ള ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് വല്ലപ്പോഴും അല്ല, അങ്ങനെ ചരിത്രത്തിൽ അങ്ങനെ കിട്ടാനുള്ള സാധ്യത തീരെ കുറവാണ്. ആ ഭാഗ്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് തമാശയായി പറയുകയാണെങ്കിൽ. പക്ഷേ ഇതിനെ ഏതെങ്കിലും തരത്തിലൊരു സുരക്ഷാ വീഴ്ചയോ മറ്റോ ആയി പറയാൻ കഴിയില്ല. കാരണം പുലർച്ചെയാണ് അവിടെ രാഷ്ട്രപതി പ്രമാണത്ത് ആണ് ഇറങ്ങുന്നത് എന്ന് അറിയുകയും അതനുസരിച്ച് അവിടെ കോൺക്രീറ്റ് ഇടുകയുമാണ് ചെയ്തത്. ആ കോൺക്രീറ്റ് ഇട്ട് അത് ഉറയ്ക്കാനുള്ളൊരു സമയം വേണമല്ലോ. അത് ഉറയ്ക്കുന്നതിന് മുമ്പ് തന്നെ മൂന്ന് ഹെലികോപ്റ്ററാണ് ആ ഹെലിപാഡിൽ ഇറങ്ങിയത്. ആ സമയത്ത് സംഭവിച്ച സാധാരണഗതിയിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം മാത്രമായിരുന്നു. രാഷ്ട്രപതി ഇറങ്ങിപ്പോയതിന് ശേഷമാണ് അത് താഴ്ന്നത് മനസ്സിലാക്കിയത്. രാഷ്ട്രപതിയുടെ കോൺവേ വാഹനം ഇവിടെ നിന്ന് പോയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് അത് അവിടുന്ന് തള്ളി മാറ്റുകയായിരുന്നു. ഡോക്ടർ അരുൺകുമാർ, ഹെലികോപ്റ്ററിന്റെ ടയറുകൾ അങ്ങനെ കോൺക്രീറ്റിൽ താഴ്ന്നു. പോലീസുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും വന്ന് അത് തള്ളി നീക്കി എന്നുള്ളതാണ്. അപ്പോൾ തള്ളൽ വിദഗ്ധന്മാർ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അവരുടെ ഒന്നും സേവനം ഇതിന് ഉപയോഗപ്പെടുത്താൻ പറ്റില്ലല്ലോ എന്നാലോചിക്കുമ്പോഴാണ്. പക്ഷേ എങ്കിലും വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ് ഇത്തരമൊരു അവസരം ലഭിക്കുക. ഹെലികോപ്റ്റർ തള്ളാനുള്ള അവസരം എന്തായാലും ലഭിച്ചു. വായുസേനക്കാർ ഇതിനകം ഒരുപാട് പ്രതികൂലമായ കാലാവസ്ഥയിലേക്ക് ഹെലികോപ്റ്റർ ഇറക്കി അവിടുന്ന് പറത്തിക്കൊണ്ട് പോയതാണ്. പക്ഷേ നമ്മുടെ കോൺക്രീറ്റിലത് താഴേണ്ടി വന്നു. ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം പെട്ടെന്നാണ് നിലയ്ക്കലിൽ നിന്ന് പ്രമാണത്തേക്ക് ലാൻഡിംഗ് മാറ്റിയത്. ലാൻഡിംഗ് മാറ്റിയപ്പോൾ പെട്ടെന്ന് കോൺക്രീറ്റ് ഇട്ട സമയത്ത് ആ കോൺക്രീറ്റ് ഉറയ്ക്കുന്നതിന് മുമ്പ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തതാണ് ഈ ചക്രങ്ങൾ ഇതിൽ താഴാനുള്ള കാരണം, കോൺക്രീറ്റിൽ താഴാനുള്ള കാരണം. വായുസേനയിലെ ഉദ്യോഗസ്ഥരും ഒക്കെ അവിടെയുണ്ട്. പോലീസുകാരും ഫയർഫോഴ്സുകാരും കൈവച്ച് ഒന്ന് തള്ളി നീക്കി. എന്തായാലും ഹെലികോപ്റ്റർ ഇപ്പോൾ ഭദ്രമായിട്ട് തള്ളി നീക്കിയിട്ടുണ്ട്. നമുക്കിപ്പം പ്രവീൺ പുരുഷോത്തമൻ കൂടിയുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, നിലയ്ക്കലിലേക്ക് രാഷ്ട്രപതി എത്തി. രാഷ്ട്രപതി അവിടെ അല്പസമയം വിശ്രമിച്ചതിനു ശേഷമാണോ പമ്പയിലേക്ക് പോവുക? അരുൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് നിലയ്ക്കലിലാണ്. അല്പസമയത്തിനകം നിലയ്ക്കലിലേക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ
വാഹനവ്യൂഹം എത്തും. നിലയ്ക്കലിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണിക്കാൻ സാധിക്കും. മാധ്യമങ്ങളെ പോലും ആ റോഡിൻ്റെ അരികിലേക്ക് പോലും പ്രവേശിപ്പിക്കുന്നില്ല. പക്ഷേ നമുക്ക് ദൂരെ നിന്ന് ആ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കനത്ത സുരക്ഷ തന്നെയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ കാണുന്ന റോഡിൽ കൂടിയായിരിക്കും നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് പോവുക. പമ്പയിലേക്ക് ഇവിടെ നിന്ന് എത്താൻ ഏകദേശം 20 മിനിറ്റ് റോഡ് മാർഗം സഞ്ചരിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു 10 മണിയോടുകൂടി അല്ലെങ്കിൽ ഒരു 10:15 മുമ്പ് തന്നെ രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം പമ്പയിൽ എത്തും. അവിടെ പമ്പ സ്നാനത്തിന് പകരം കാൽ കഴുകി ശുദ്ധി വരുത്തുന്നതിനായി ത്രിവേണി പാലത്തിന് സമീപം ജലസേചന വകുപ്പ് പ്രത്യേക സൗകര്യം ഇപ്പോൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിന് ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നതിന് പമ്പ ഗണപതി കോവിലിലേക്കായിരിക്കും രാഷ്ട്രപതി എത്തുക. കൃത്യം 11:10 തന്നെ 4 വീൽ ഡ്രൈവ് ഗൂർഖ എമർജൻസി വാഹനത്തിൽ പമ്പയിൽ നിന്ന് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പുറപ്പെടും. 11:50 കൂടിയായിരിക്കും സന്നിധാനത്ത് എത്തുക. 12:20 18-ാം പടി കയറി അയ്യപ്പ ദർശനം നടത്തും. ഉച്ചപൂജ കണ്ടു തൊഴും. ദേവസ്വം ഗസ്റ്റ് ഹൗസിലായിരിക്കും രാഷ്ട്രപതി വിശ്രമിക്കുക. 3 മണിയോടെ അതിനുശേഷം നിലയ്ക്കലിലേക്ക് മടങ്ങും. ഏതായാലും ഇപ്പോൾ കനത്ത സുരക്ഷ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പോലീസിൻ്റെയൊക്കെ ഒരു നിരീക്ഷണം ഇവിടെയുണ്ട്. ഈ കാണുന്ന വഴിയിൽ കൂടി അല്പസമയത്തിനകം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വാഹനവ്യൂഹം പമ്പയിലേക്ക് പോകും. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ പ്രേക്ഷകർക്ക് നിലയ്ക്കലുള്ള ദൃശ്യങ്ങൾ കാണാം. കാലാവസ്ഥ അനുകൂലമാണ്, മോശം കാലാവസ്ഥ ഇല്ല.